Hello everyone, welcome back once again. We were discussing about commands of SQL. So we have already discussed about two main commands, that is create command and insert command. So hope you understood how these two commands works, create command and insert command. And in this video I will be discussing about select command. Okay. Select command is a DDL command that is used for DML command that is used for data manipulation, and select command is used to retrieve and display all the records or information from the table. So select command is basically is nothing but it is used to display the records. ഡാറ്റാബേസിൽ ഉള്ള ടേബിളിലുള്ള റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ക്യാൻ ഓൾസോ സ്പെസിഫൈ സം കണ്ടീഷൻസ് വെൻ വി ആർ ഡിസ്പ്ലേയിങ്. അതായത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് എല്ലാ ഫീൽഡും നമുക്ക് ചില സമയത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ചില കണ്ടീഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന റോ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി, ഇന്ന വാല്യൂ ഉള്ള റോ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി, അതുപോലെ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. Okay, and the syntax of select command, അതായത് ഇൻസേർട്ട് ക്രിയേറ്റ് പറഞ്ഞപ്പോൾ സിൻടാക്സ് പറഞ്ഞു, അതായത് ജനറൽ ഫോർമാറ്റ് പറഞ്ഞു. Here also there is a syntax for select command. Select distinct or all column 1 column 2 from table name. അതായത് സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് ഓർ ഓൾ, ഈ സംഭവം ഓപ്ഷണൽ ആണ്, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഓപ്ഷണൽ ആണ്. സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് ഓർ ഓൾ കോളം 1 കോളം 2 ഫ്രം ടേബിൾ നെയിം. അത് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്ന ഏതൊക്കെ കോളംസ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വേർ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ, അതായത് കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേർ വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്പെസിഫൈ ചെയ്യാം, ഓപ്ഷണൽ ആണ്. ഓർഡർ ബൈ, എന്തെങ്കിലും ബേസ് ചെയ്തിട്ട് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ബൈ, ഹാവിങ്, ഈ സംഭവങ്ങളൊക്കെ, അതായത് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് തുടങ്ങി ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് വരെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ഇതൊക്കെ എന്താണ്, ഓപ്ഷണലാണ്. അപ്പോൾ ഇതാണ് സിൻടാക്സ് ഫോർ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് സെലക്ട് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നു, കീവേഡ് കൊടുക്കുന്നു, ഡിസ്റ്റിങ്ക്റ്റ് ഓർ ഓൾ ഓപ്ഷണൽ ആണ്. എഗെയിൻ കോളം 1 കോളം 2 എറ്റ്സെട്ര, ഏതൊക്കെ കോളം ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. ഫ്രം ടേബിൾ നെയിം, വേർ കണ്ടീഷൻ കൊടുക്കാം, ഓർഡർ ബൈ കോളം നെയിം കൊടുക്കാം, ഗ്രൂപ്പ് ബൈ ഒരു കോളത്തിൻ്റെ നെയിം കൊടുക്കാം, ഹാവിങ് കണ്ടീഷൻ കൊടുക്കാം. അപ്പോൾ ഈ പാർട്സ് ഒക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള പാർട്സ് ആണ്. യു വിൽ അണ്ടർസ്റ്റാൻഡ് വെൻ ഐ വിൽ ഡിസ്കസ് with the help of an example. So explanation of clauses. Here along with the select statement we can use some additional clauses. അതായത് സെലക്റ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ക്ലോസുകളെ പറ്റിയാണ് പറയുന്നത്. സെലക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ക്ലോസുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസ്റ്റിങ്ക്റ്റ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ യു ജസ്റ്റ് നോട്ട് ഡൗൺ, യു വിൽ അണ്ടർസ്റ്റാൻഡ് വെൻ ഐ ഡിസ്കസ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. ഡിസ്റ്റിങ്ക്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ റെക്കോർഡ്സ് വിത്തൗട്ട് ഡ്യൂപ്ലിക്കേഷൻ. ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യാനാണ് ഡിസ്റ്റിങ്ക്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് വെൻ എവർ ദർ ഈസ് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ, ഡിസ്റ്റിങ്ക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഒഴിവാക്കി ഒരൊറ്റ തവണ മാത്രമായിട്ട് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. അതിനാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ക്ലോസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓൾ. സെലക്ട് ഓൾ. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടു ഡിസ്പ്ലേ ഓൾ ദ റെക്കോർഡ്സ് വിത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ്. എല്ലാ റെക്കോർഡ്സും ഡിസ്പ്ലേ ചെയ്യാനാണ് ഓൾ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഫ്രം. അതായത് നമ്മളിവിടെ പറഞ്ഞു സെലക്ട് കോളം 1 കോളം 2 ഫ്രം ടേബിൾ നെയിം. ഫ്രമിന് ശേഷം നമ്മൾ കൊടുക്കുന്ന എന്താണ്, ടേബിളിൻ്റെ പേരാണ്. അപ്പോൾ ടേബിളിൻ്റെ പേര് സ്പെസിഫൈ ചെയ്യാനാണ് ഫ്രം എന്ന് പറയുന്ന ഒരു ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സെലക്ട് കമാൻഡിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ക്ലോസുകളെ പറ്റിയിട്ടാണ് ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ഫ്രം. ഫ്രം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ടേബിൾ നെയിം. നെക്സ്റ്റ് വൺ ഇസ് വെയർ ക്ലോസ്. വെയർ എന്ന് പറയുന്നത് എന്തിനാണ്, ടു സ്പെസിഫൈ ദ കണ്ടീഷൻ. എന്തെങ്കിലും കണ്ടീഷൻ കൊടുത്തിട്ട് ഇന്ന കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന റോ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയർ എന്ന് പറയുന്ന കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓർഡർ ബൈ. ഓർഡർ ബൈ ഈസ് യൂസ്ഡ് ടു ഗ്രൂപ്പ് ദ റെക്കോർഡിനെ ടേബിൾ. ടേബിളിലുള്ള റെക്കോർഡിനെ ഗ്രൂപ്പ് ചെയ്യാനാണ് ഓർഡർ ബൈ യൂസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ബൈ അഗെയിൻ ടു ഗ്രൂപ്പ് എ വാല്യൂ ഇൻ എ കോളം. ഒരു കോളത്തിലുള്ള വാല്യൂ ഗ്രൂപ്പ് ചെയ്യാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. യു വിൽ അണ്ടർസ്റ്റാൻഡ് വെൻ ഐ ടേക്ക് ആൻ എക്സാമ്പിൾ. ഹാവിങ് എന്ന് പറയുന്നത് എന്താണ്, ടു സെറ്റ് എ കണ്ടീഷൻ ഫോർ എ സെലക്റ്റഡ് ഗ്രൂപ്പ്. അതായത് സെലക്ട് ചെയ്ത ഗ്രൂപ്പിന് ഒരു കണ്ടീഷൻ കൊടുക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സി
First of all, I will take an example for select statement. I want to write the query to retrieve all the records in the student table. അതായത് സ്റ്റുഡൻറ് ടേബിളിൽ കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, കുറച്ച് റെക്കോർഡ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ, റിട്രീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള query എന്താണ്? The query will be like this: select star from student. അപ്പോൾ നമ്മൾ നേരത്തെ ജനറൽ ഫോർമാറ്റ് പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു. ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ, ഇത്ര മാത്രമേ ഉള്ളൂ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ഇവിടെ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം വേണം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഓൾ എന്ന് പറയുന്ന മീനിങ് ആണ്. ഓൾ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ്സ്, വിത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ത് ചെയ്യുക, എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദിസ് ടേബിൾ നെയിം ഈസ്, സപ്പോസ് ദിസ് ടേബിൾ നെയിം ഈസ് സ്റ്റുഡൻറ്റ്. ദിസ് ടേബിൾ നെയിം ഈസ് സ്റ്റുഡൻറ്റ്. ഈ ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്നാണ്. ആ സ്റ്റുഡൻറ്റ് ടേബിളിൽ ഇത്രയും കോളംസ് ആണുള്ളത്. റോൾ നമ്പർ, നെയിം, ഏജ്, ജെൻഡർ, മാർക്ക്, ഇത്രയും ഫീൽഡാണ് താഴോട്ടുള്ളത്. ഒരു റോൾ നമ്പർ 1, റോൾ നമ്പർ 2 ഉള്ള, റോൾ നമ്പർ 3, റോൾ നമ്പർ 4, ഇത്രയും 4 റോസ് ആണുള്ളത്. അപ്പോൾ ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്താൽ എല്ലാ റോസും എന്ത് ചെയ്യും, എല്ലാ കോളംസും ഡിസ്പ്ലേ ചെയ്യും. റോൾ നമ്പർ, നെയിം, ഏജ്, ജെൻഡർ, മാർക്ക്. അതാണ് സെലക്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ എല്ലാ കോളംസും വേണമെന്നുണ്ടെങ്കിലാണ് എന്ത് കൊടുക്കുക, സ്റ്റാർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് റോൾ നമ്പറും നെയിമും മാത്രം മതി, ഇത്രയും കാര്യങ്ങൾ മതി, റോൾ നമ്പറും നെയിമും മാത്രം മതി. അപ്പോൾ ആ ഒരു കേസിൽ എന്ത് ചെയ്താൽ മതി, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുന്നതിന് പകരം സെലക്ട് റോൾ നമ്പർ, നെയിം ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഓക്കെ, we will take another example. See, this is our table. ഇതാണ് നമ്മളുടെ ടേബിളിൽ, ഇത്രയും ഡാറ്റയാണ് നമ്മുടെ ടേബിളിലുള്ളത്. ഇനി you want to write the query to retrieve name and roll number in the student table. നെയിമും റോൾ നമ്പറും മാത്രം എന്ത് ചെയ്താൽ മതി, റിട്രീവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള queryയാണ് സെലക്ട് റോൾ നമ്പർ, നെയിം ഫ്രം സ്റ്റുഡൻറ്റ്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, സെമി കോളൻ ഉണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റോൾ നമ്പറും നെയിമും മാത്രമായിട്ട് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഏതൊക്കെ കോളംസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സെലക്റ്റിന് ശേഷം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. വിച്ച് എവർ കോളംസ് ദാറ്റ് യു വാണ്ട് ടു ബി ഡിസ്പ്ലേഡ്, ഏതൊക്കെ കോളംസ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. And in this table, suppose you want to query to retrieve all the records in the table with no duplicate marks. അതായത് എല്ലാ റെക്കോർഡും വേണം, അല്ലെങ്കിൽ എല്ലാ റെക്കോർഡ് വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാ റോസും വേണം എന്നാണ്. റോ ആൻഡ് റെക്കോർഡ് രണ്ടും എന്താണ്, സെയിം ആണ്. എല്ലാ റോസും വേണം ഇൻ ദ സ്റ്റുഡൻറ്റ് ടേബിൾ വിത്ത് നോ ഡ്യൂപ്ലിക്കേറ്റ് മാർക്സ്. അതായത് വിത്ത് നോ ഡ്യൂപ്ലിക്കേറ്റ് മാർക്സ്, മാർക്ക് എന്ത് ചെയ്യരുത്, ഡ്യൂപ്ലിക്കേറ്റ് ആവരുത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്ത് മാത്രമേ കാണേണ്ടുള്ളൂ, മാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ എന്തുണ്ടാവരുത്, മാർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കാണാൻ പാടില്ല. അപ്പോൾ മാർക്ക് എന്ന് പറയുന്ന കോളം മാത്രം മതി, അതെന്താ ചെയ്യരുത്, ഡ്യൂപ്ലിക്കേറ്റ് ആവരുത്. അപ്പോൾ അതിനുള്ള ഒരു കോഡാണ്, അല്ലെങ്കിൽ അതിനുള്ള queryയാണ് സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതിനാണ് ഡിസ്റ്റിങ്ക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാനാണ്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ഡിസ്റ്റിങ്ക്റ്റ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാകും. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. യു വിൽ ഡിസ്പ്ലേ ഇറ്റ് ലൈക്ക് ദിസ്: മാർക്ക് 90, 85, 100. കാരണം ഇവിടെ മാർക്ക് 90 എന്ന് 2 പ്രാവശ്യം വരുന്നുണ്ട്. ആ ഒരു റിപ്പീറ്റേഷൻ ഇവിടെ എന്ത് ചെയ്തു, ഒഴിവാക്കി. നമുക്ക് എങ്ങനെ കിട്ടി, 90, 85, 100 എന്ന് കിട്ടി. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ്, മാർക്കിൻ്റെ മുന്നേ ഞാൻ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന കീവേഡ് ചേർക്കുന്നതോടുകൂടി മാർക്കിലുള്ള ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്ത് ചെയ്യാണ്, ഒഴിവാകാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് മാത്രമാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക, മാർക്കിൻ്റെ ആ ഒരു കോളം മാത്രം വരും. 2 തവണ 90 വരും, 85 and 100 വരും. ഇവിടെ ഞാൻ ഡിസ്റ്റിങ്ക്റ്റ് മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തത് കൊണ്ട് കിട്ടിയത് എങ്ങനെയാണ്, ഒരു തവണ മാത്രമേ 90 വരുന്നുള്ളൂ. കാരണം ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് യൂസ് ചെയ്തത് കൊണ്ട് എന്തായി, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ റിമൂവ് ചെയ്യാനാണ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഓൾറെഡി അതെന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്ത് ചെയ്തതാണ്, പറഞ്ഞതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ വിത്ത് ദിസ് എക്സാമ്പിൾ.
and ഈ ഒരു ടേബിളിൽ സപ്പോസ് വി വാണ്ട് ടു query to retrieve name and mark in the student table. അപ്പോൾ ഞാൻ ഈ query കാണിക്കുന്നതിന് മുന്നേ you just pause the video and try to write the query, whether you can do it your own or not. Try to do it your own before I show it. So query to retrieve name and mark in the student table. അതായത് സ്റ്റുഡൻറ്റ് ടേബിളിൽ നെയിമും മാർക്കും എന്ത് ചെയ്യുക ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡാണ്. അപ്പോൾ നെയിമും മാർക്ക് 2 കോളംസ് മതി ഇൻ ദ സ്റ്റുഡൻറ്റ് ടേബിൾ. സോ query will be select name, മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ്. നെയിമും വേണം മാർക്ക്, ഈ 2 കോളംസും മാത്രം മതി. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. നെയിം എന്ന കോളം ഉണ്ട്, മാർക്ക് എന്ന് പറയുന്ന കോളം. where clause. So where clause എന്ന് പറയുന്നത് എന്തിനാണ്? It is used to specify a condition. ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോ മാത്രം ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു where clause യൂസ് ചെയ്യുന്നത്. So we will provide a condition by using this where clause. So in where clause we can use some relational operators. അതായത് ഒരു കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ, അതായത് ഏജ് ഗ്രേറ്റർ ദാൻ 20 ആവുന്ന റോ മാത്രം മതി. അപ്പോൾ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്ന യൂസ് ചെയ്യണമെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ചില സമയത്ത് കണ്ടീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഈക്വൽ ടു, ഇതുപോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇനി ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണല്ലോ. അതായത് വെദർ 1 ലെസ് ദാൻ 2 ഇങ്ങനെ നമ്മൾ ചില സമയത്ത് കമ്പയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഏജ് ഗ്രേറ്റർ ദാൻ 20 ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ 1 2 3 4 5 6 7 ഇത്രയും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, വേർ ക്ലോസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആൻഡ്, ഓർ, നോട്ട് പോലെയുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേർ ക്ലോസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് 2 കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഏജ് എന്തായിരിക്കണം, 20ൻ്റെ മേലെ ആയിരിക്കണം, സാലറി ലെസ് ദാൻ 25,000 ആയിരിക്കണം. അപ്പോൾ ആ ഒരു കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആൻഡ് ഒക്കെ യൂസ് ചെയ്യും. അതായത് ഏജ്, വേർ ഏജ് ഗ്രേറ്റർ ദാൻ 20 ആൻഡ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കണ്ടീഷനും കൂടെ കൊടുക്കണം. സാലറി എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ദിസ് മച്ച്, ഒരു 25,000 ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, അല്ലെങ്കിൽ ഓർ നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നുകിൽ ഏജ് 20 ഗ്രേറ്റർ ദാൻ 20 ആയ, അല്ലെങ്കിൽ സാലറി ഗ്രേറ്റർ ദാൻ 25,000 ആയ റോസ് മാത്രം എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യുക, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നോട്ട് എന്ന് പറയുന്നത് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ നേരെ നെഗേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ വെച്ചിട്ട് ഐ വിൽ ഡിസ്കസ്. സോ സം സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ലൈക്ക് ഇൻ ബിറ്റ്വീൻ, ലൈക്ക്, ഈസ്, നൾ ആർ ഓൾസോ യൂസ്ഡ്. അതായത് കുറച്ച് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇന്ന്, ബിറ്റ്വീൻ, ലൈക്ക്, ഈസ്, നൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേർ ക്ലോസിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. So write query to retrieve name and roll number of a student having age greater than 20 in the student table. അപ്പോൾ നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, നെയിമും റോൾ നമ്പറും ആണ്. ഓഫ് എ സ്റ്റുഡൻറ്റ് ഹാവിങ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്, ഏജ് ഗ്രേറ്റർ ദാൻ 20. അപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ 20 ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ നെയിമും റോൾ നമ്പറും മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള കോഡ് എങ്ങനെയായിരിക്കും, സെലക്ട് നെയിം, റോൾ നമ്പർ ഫ്രം സ്റ്റുഡൻറ്റ്. നെയിമും റോൾ നമ്പറും മാത്രം മതി. വേർ കണ്ടീഷൻ എന്താണ്, ഒരു കണ്ടീഷൻ കൊടുക്കാൻ പറ്റും, ഏജ് ഗ്രേറ്റർ ദാൻ 20. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ റിലേഷണൽ ഓപ്പറേറ്റർ ആണ് എന്ത് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ 20 ആയിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു പർട്ടിക്കുലർ ക്വറി ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട്. അതായത് റോൾ നമ്പറും നെയിമും മാത്രമേ ഉള്ളൂ. 1 ABC, 3 PQR ഈ 2 റോസിൻ്റെ മാത്രമേ ഏജ് എന്തായിട്ട് വരുന്നുള്ളൂ, നമ്മുടെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 20ൻ്റെ മേലെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 2 റോസ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഓക്കെ, see we can also use these kind of statements like select name, course from student. നെയിം, കോഴ്സ്. അതായത് സപ്പോസ് ഇത് വേറൊരു ടേബിൾ ആണ്, സെയിം ടേബിൾ അല്ല, അവിടെ കോഴ്സ് എന്ന് പറയുന്ന ടേബിൾ എന്ന് പറയുന്ന ഒരു കോളം നമ്മൾ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് വേറൊരു ടേബിളാണ്. നെയിം, കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുക. വേർ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, വേർ കോഴ്സ് ഇൻ ഫിസിക്സ് ഓർ ഇംഗ്ലീഷ്. അപ്പോൾ കോഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫിസിക്സ്,
അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആവുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇത് എന്ത് ചെയ്യുക ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് നെയിമും കോഴ്സും മാത്രമേ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. വേറെ കോഴ്സ് എന്തായിരിക്കണം, ഒന്നുകിൽ ഫിസിക്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂവിൽ ഏതെങ്കിലും ഒരു വാല്യൂ കോഴ്സിന് വന്നു കഴിഞ്ഞാൽ ആ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ എന്ന് പറയുന്ന ഒരു ക്ലോസ് നമുക്ക് എന്ത് ചെയ്യാം വേർ കണ്ടീഷൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇൻ ഓക്കെ, ഇൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ വരിക. ഇനി റൈറ്റ് query to retrieve all students details with മാർക്ക് ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആണ് വേണ്ടത്. അപ്പോൾ സെലക്ട് സ്റ്റാർ ആണ്, കാരണം എന്താണ് ഓൾ ഡീറ്റെയിൽസ് ആണ്, ഓൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതുകൊണ്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവിടെ വേറൊരു കണ്ടീഷൻ പറയുന്നത് വിത്ത് മാർക്ക് ഗ്രേറ്റർ ദാൻ 90 എന്നാണ്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്, വേറെ വെച്ചിട്ടാണ് കണ്ടീഷൻ കൊടുക്കുന്നത് മാർക്ക് ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി റൈറ്റ് query to retrieve നെയിം ആൻഡ് മാർക്ക് ഓഫ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് റിട്രീവ് ചെയ്യേണ്ടത് നെയിമും മാർക്കും മാത്രമാണ്. വിത്ത് മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആൻഡ് ഏജ് ലെസ് ദാൻ 20. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്, മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കണം, ഏജ് എന്തായിരിക്കണം ലെസ് ദാൻ 20 ആയിരിക്കണം. അപ്പോൾ ആ ഒരു കേസിൽ സെലക്ട് നെയിം കൊമ സ്കോർ, മാർക്ക് അല്ലെങ്കിൽ നമുക്കിവിടെ സ്കോർ അല്ലെങ്കിൽ മാർക്ക് എന്ന് കൊടുക്കാം, മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് വേർ സ്കോർ ഗ്രേറ്റർ ദാൻ 90. ഇപ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണ്, സ്കോർ എന്തായിരിക്കണം ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കണം, ഏജ് എന്തായിരിക്കണം ലെസ് ദാൻ 20 ആയിരിക്കും. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഇവിടെ ആൻഡ് എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സ്കോർ ഗ്രേറ്റർ ദാൻ 90 ആൻഡ് ഏജ് ലെസ് ദാൻ 20 സെമിക്കോളൻ. ഇതാണ് അതിനുള്ള ഒരു query. ഓക്കെ, ഇനി റൈറ്റ് query to retrieve നെയിം കൊമ മാർക്ക് ആൻഡ് ഏജ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് ഏജ് 20 or 21. അപ്പോൾ ഇവിടെ റിട്രീവ് ചെയ്യേണ്ടത് നെയിം വേണം, മാർക്ക് വേണം, ഏജ് വേണം. അപ്പോൾ എന്തൊക്കെ സെലക്ട് ചെയ്യണം, ഇത് മൂന്നും സെലക്ട് ചെയ്യണം. ഓഫ് സ്റ്റുഡൻസ് വിത്ത് ഏജ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നുകിൽ 20 ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം 21 ആയിരിക്കണം. 20 or 21 ഏജ് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് നെയിം വേണം, മാർക്ക് വേണം, ഏജ് വേണം. അപ്പോൾ അതിനുള്ള കോഡാണ് ചോദിക്കുന്നത്. So the query will be select name comma mark comma age from student where condition എന്താണ്, ഒന്നുകിൽ ഏജ് 20 ആയിരിക്കണം അല്ലെങ്കിൽ 21 ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏജ് ഈസ് ഈക്വൽ ടു 20 ഓർ ഏജ് ഈസ് ഈക്വൽ ടു 21. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, ഓർ എന്ന് പറയുന്ന റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. റിലേഷണൽ ഓപ്പറേറ്റർ ഓർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത റൈറ്റ് query to retrieve നെയിം ആൻഡ് മാർക്ക് ഓഫ് സ്റ്റുഡൻസ് വിത്ത് മാർക്ക് അതർ ദാൻ 90. അതായത് നെയിമും മാർക്കും വേണം, വിത്ത് മാർക്ക് എന്ത് ആവരുത് 90 അല്ലാത്ത സ്റ്റുഡൻസ്, മാർക്ക് 90 അല്ലാത്ത സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നെയിം കൊമ മാർക്ക്, സെലക്ട് നെയിം കൊമ മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് വേർ നോട്ട് മാർക്ക് ഈക്വൽ ടു 100. അതായത് വേർ മാർക്ക് ഈക്വൽ ടു 100 എന്ന് കൊടുത്താൽ എന്താ വരിക, വേർ മാർക്ക് ഇതില്ലാതെ വേർ മാർക്ക് ഈക്വൽ ടു 100 എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, മാർക്ക് 100 ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ വേർ നോട്ട് മാർക്ക് ഈക്വൽ ടു 100 എന്ന് പറയുമ്പോൾ മാർക്ക് 100 അല്ലാത്ത, ഇവിടെ ഒരു വാല്യൂ മാറിയതാണ്, 90 ആണ് വരേണ്ടത്, 90 അല്ലാത്ത സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം വേർ നോട്ട് ഓഫ് മാർക്ക് ഈക്വൽ ടു 90. അപ്പം മാർക്ക് 90 അല്ലാത്ത എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അതിൻ്റെ ആ സ്റ്റുഡൻസിൻ്റെ മൊത്തം നെയിമും മാർക്കും ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് എന്ന് പറയുന്ന റിലേഷണൽ ഓപ്പറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റർ 3 ആണ്, ആൻഡ്, ഓർ, ആൻഡ്, നോട്ട്. ഇത് 3 ആണ്, ആൻഡ്, ഓർ, നോട്ട്. അപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷനും ശരിയായിരിക്കണം, ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി, നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നോട്ട്. അപ്പോൾ ഇവിടെ മാർക്ക് ഈക്വൽ ടു 90 എന്ന് കൊടുത്താൽ മാർക്ക് 90 അല്ലാത്ത ആളുകളെയാണ് ഇവിടെ എന്ത് ചെയ്യുക ഡിസ്പ്ലേ ചെയ്യുക, നോട്ട് ഓഫ് മാർക്ക് ഈക്വൽ ടു 90. ഓക്കെ, ഇനി റൈറ്റ് query to retrieve all details of students with name either അക്ഷയ് or അരുൺ. അതായത് നെയിം ഒന്നുകിൽ അക്ഷയ് ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം അരുൺ ആയിരിക്കണം. ഈ രണ്ട് പേര് വരുന്ന കംപ്ലീറ്റ് റോസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ റിട്രീവ് ഓൾ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ നെയിം ഇൻ, നെയിം ഒന്നുകിൽ എന്തായിരിക്കണം അക്ഷയ് ആയിരിക്കണം അല്ലെങ്കിൽ അരുൺ ആയിരിക്കണം. അപ്പം നെയിം ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അക്ഷയ് കൊമ അരുൺ. അപ്പം നേരത്തെ നമ്മൾ കോഴ്സിൻ്റെ കേസിൽ ഫിസിക്സ് CS എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞു, അതേ സംഭവമാണ് ഇവിടെ വരുന്നത്. ഒന്നുകിൽ നെയിം എന്താവാം അക്ഷയ് ആവാം അല്ലെങ്കിൽ നെയിമിൻ്റെ വാല്യൂ എന്താവാം അരുൺ ആവാം. ഈ രണ്ടിൽ ഒരു വാല്യൂ വരുന്ന കംപ്ലീറ്റ് റോസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്.
ഇനി റൈറ്റ് query to retrieve all details of students with the mark between. അപ്പോൾ ഇവിടെ ഒരു റേഞ്ച് ആണ് പറയുന്നത് between 50 and 70. 50ൻ്റെയും 70ൻ്റെയും ഇടയിലുള്ള മാർക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ മാർക്ക് ബിറ്റ്വീൻ. അപ്പോൾ ഇവിടെ ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു ക്ലോസ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ബിറ്റ്വീൻ 50 and 70. അപ്പോൾ 50യുടെയും 70യുടെയും ഇടയിൽ മാർക്ക് വരുന്ന സ്റ്റുഡൻസ് മാർക്കാണ് ഇവിടെ പറയുന്നത്, മാർക്ക് ബിറ്റ്വീൻ 50 and 70. ഇനി നമുക്ക് ഏജ് ഒരു 20ൻ്റെയും 25ൻ്റെയും ഇടയിൽ വരുന്ന ആളുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ കൊടുത്താൽ മതി, വേർ ഏജ് ബിറ്റ്വീൻ 20 and 25 എന്ന് കൊടുത്താൽ മതി. ഓക്കെ. Next, write query to retrieve all details of students with a name begin with the letter J. Name J വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുന്നത് all details of students ആണ്, where name should begin with letter J. J എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യണം, പേര് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, ഓൾ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ നെയിം ലൈക്ക്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്ന സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈക്ക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈക്ക് എന്ന് പറയുന്ന ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് എന്തിനാണെന്ന് പറഞ്ഞാൽ തുടക്കം ഇന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് സിംഗിൾ കോട്ട്സിലാണ് നമ്മളിത് കൊടുക്കേണ്ടത്, എന്താണോ വാല്യൂ എന്നുള്ളത്. ലൈക്ക് എ പെർസെൻറ്റേജ്. ഇനി ഞാൻ ഇങ്ങനെ സിംഗിൾ കോട്ട്സിൽ ലൈക്ക് ബി പെർസെൻറ്റേജ് എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ സിംഗിൾ കോട്ട്സിൽ ബി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. ഇവിടെ ഞാൻ എ എന്നാണ് കൊടുത്തത്, ഇവിടെ നമ്മൾ ജെ ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടത് എന്താണ്, ജെ ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം വേറെ നെയിം ലൈക്ക് ജെ പെർസെൻറ്റേജ് എന്നാണ്. ഇനി എനിക്ക് ഒരു സെഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേർ നെയിം ലൈക്ക് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കൊടുക്കണം, സെഡ് സിംഗിൾ കോട്ട്സിൽ സെഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യുക, സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ ഇവിടെ എ പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്കം എ ആയിരിക്കണം, പിന്നെ എന്ത് വാല്യൂ വന്നാലും പ്രശ്നമില്ല എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇവിടെ പെർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് യൂസ്ഡ് ഫോർ എനി ക്യാരക്ടർ ടു മാച്ച് ദ പാറ്റേൺ. അപ്പോൾ അതിന് ശേഷം ആ ഒരു രീതിയിൽ ഇവിടെ എന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വേറെ നെയിം ലൈക്ക് എ ബി പെർസെൻറ്റേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തുടക്കം എന്തായിരിക്കണം, എ ആയിരിക്കണം, പിന്നെ എന്ത് ആയിരിക്കണം, ബി ആയിരിക്കണം. പിന്നെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എയും ബിയും സ്റ്റാർട്ടിങ്ങിൽ വരണം, പിന്നെ എന്ത് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ അവിടെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്യും. നെയിമിൽ നമ്മൾ ഇങ്ങനെയാണ് സേവ് ചെയ്തതെന്നുണ്ടെങ്കിൽ അബ്ദു, അല്ലെങ്കിൽ അഭിജിത്ത് അല്ലെങ്കിൽ അബിൻ, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ സ്റ്റാർട്ടിങ് എ ബി ആണ്. അപ്പോൾ എ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ മൊത്തം നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ എ ബി വേറെ നെയിം ലൈക്ക് എ പെർസെൻറ്റേജ് എന്ന് കൊടുത്താൽ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കിട്ടും. വേറെ നെയിം ലൈക്ക് എ ബി പെർസെൻറ്റേജ് എന്ന് കൊടുത്താൽ എ ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കിട്ടും. ഇനി വേറെ നെയിം ലൈക്ക് CAT എന്ന് പറഞ്ഞു കൊടുത്താലോ അതേപോലെ തന്നെ കിട്ടും. ഇനി ഇവിടെ ഞാൻ ഇങ്ങനെ കൊടുത്താലോ, വേറെ നെയിം ലൈക്ക് പെർസെൻറ്റേജ് CAT എന്ന് കൊടുത്താൽ CAT വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം കിട്ടുന്നതാണ്. ഇനി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലോ പെർസെൻറ്റേജ് CAT പെർസെൻറ്റേജ്, ഇവിടെ തുടക്കത്തിൽ ഒരു പെർസെൻറ്റേജ് ഉണ്ട്, പിന്നെ CAT കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെർസെൻറ്റേജ് ആണ്. അപ്പോൾ തുടക്കത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല, അതിൻ്റെ നടുവിൽ എന്ത് വരണം, ഒരു CAT വരണം. അതിനുശേഷം വീണ്ടും എന്ത് കൊടുത്തു, പെർസെൻറ്റേജ് കൊടുത്തു. അപ്പോൾ എഡ്യൂക്കേഷൻ, ഇൻഡിക്കേഷൻ, കാറ്ററിംഗ്, ഇവിടെ ഒക്കെ എന്തുണ്ട്, ഒരു CAT ഉണ്ട്. അപ്പോൾ ഇങ്ങനെ CAT എന്ന് പറയുന്ന ഒരു ചെറിയൊരു കീവേഡ് വരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേർഡ് വരുന്ന എല്ലാ വേർഡ്സും എന്ത് ചെയ്യും, ഇവിടെ ക്യാച്ച് ചെയ്യും. അല്ലെങ്കിൽ നെയിം ലൈക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ എഡ്യൂക്കേഷൻ ഉള്ളതും ഇൻഡിക്കേഷൻ അതൊക്കെ എന്ത് ചെയ്യും, അത് ഡിസ്പ്ലേ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ നെയിം ലൈക്ക് 4 അണ്ടർസ്കോർ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4 ലെറ്റേഴ്സ് ഉള്ള എല്ലാ പേരുകളും എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. അതായത് അബിൻ, ജോൺ, അബ്ദു എറ്റ്സെട്ര 4 ലെറ്റേഴ്സ് ഉള്ള കംപ്ലീറ്റ് നെയിംസ് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. അതായത് ഇവിടെ വേറെ നെയിം ലൈക്ക് എ പെർസെൻറ്റേജ് എന്ന് കൊടുത്തപ്പോൾ എ വെച്ചിട്ട് തുടങ്ങുന്നത് കിട്ടിയെന്ന് പറഞ്ഞു. എ ബി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എ ബി വെച്ചിട്ട് തുടങ്ങുന്നത് കിട്ടും. ഇനി സ്റ്റാർ CAT വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഒരു CAT വെച്ചിട്ട് തുടങ്ങുന്നത് കിട്ടും. ഇനി പെർസെൻറ്റേജ് CAT പെർസെൻറ്റേജ് എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ CAT എവിടെ വേണമെങ്കിലും CAT എന്ന് വരുന്നുള്ളത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്യും. ഇനി ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ 4 സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ 4 അണ്ടർസ്കോർ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4 ലെറ്റേഴ്സ് ഉള്ള എല്ലാ പേരുകളും എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പം വേറെ നെയിം ലൈക്ക് ദിസ് വൺ ഇങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിലോ 4 ലെറ്റേഴ്സ് ഉള്ള എല്ലാ പേരുകളും എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ഇനി ഇങ്ങനെയാണെങ്കിലോ
this one, see minimum എന്തായിരിക്കണം 3 ലെറ്റേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കണം. അതിൽ കൂടുതൽ വന്നാലും എന്ത് ചെയ്യും ഡിസ്പ്ലേ. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ ഗിവ്സ് റിസൾട്ട് ഓഫ് മിനിമം 3 ക്യാരക്ടേഴ്സ്. മിനിമം 3 ക്യാരക്ടേഴ്സ് ഉള്ള എല്ലാ നെയിംസും എന്ത് ചെയ്യും ഈ ഒരു കേസിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ ലൈക്ക് വെച്ചിട്ട്, ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഈ ലൈക്ക് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ലൈക്ക് ക്ലോസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി റൈറ്റ് query to retrieve all details of students with a name begin with a character with any character but ends with the letter th. അതായത് നെയിം എന്ത് വെച്ചിട്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ th എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ query ഇങ്ങനെയാണ്, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, കാരണം ഇവിടെ ഓൾ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ നെയിം ലൈക്ക് ഇവിടെ ഞാൻ ഒരു ഹൈഫൺ കൊടുത്തു, പിന്നെ എന്ത് ചെയ്യാണ് th എന്ന് പറയുന്ന ലാസ്റ്റ് ഇവിടെ ഒരു അണ്ടർസ്കോർ കൊടുത്തു, പിന്നെ th. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, തുടക്കം എന്തായാലും പ്രശ്നമില്ല, ലാസ്റ്റ് എന്ത് ചെയ്യും th എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. അതായത് നെക്സ്റ്റ് വൺ, റൈറ്റ് query to retrieve all student details with having no phone numbers. ഫോൺ നമ്പർ ഇല്ലാത്ത സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ ഫോൺ ഇസ് നൾ. ഫോൺ നൾ ആണെങ്കിൽ അത് എന്ത് ചെയ്യുക, എല്ലാ ആ സ്റ്റുഡൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ ഫോൺ നമ്പർ ഈസ് നൾ. ഫോൺ നമ്പർ നള്ളായ സ്റ്റുഡൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആണ്, അതാണെന്ത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓർഡർ ബൈ ക്ലോസ് ആണ്. സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് വെയർ ക്ലോസ്. വെയർ എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കാനാണ്. ഇനി ഓർഡർ ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ ഓർഡർ ബൈ ക്ലോസ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ടു അറേഞ്ച് either in ascending order or in descending order. So to retrieve data in ascending or descending order we use the order by clause, and parameters like ASC and DESC are used. അതായത് ASC DESC എന്ന് പറയുന്ന രണ്ട് പാരാമീറ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ASC എന്ന് പറഞ്ഞാൽ എന്താണ്, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. ഇനി DESC എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. ഇനി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഏത് ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്യുക, അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇനി റൈറ്റ് query to retrieve all details of students in descending order of their marks. അതായത് മാർക്കിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കോഡാണ് പറയുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ മാർക്ക് DESC. അതായത് എന്ത് ചെയ്യുക, എല്ലാ ഡീറ്റെയിൽസും വേണം ഓർഡർ ബൈ മാർക്കിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് query വരുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് എല്ലാ ഡീറ്റെയിൽസും ആണ്, അതുകൊണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഇനി ഇത് ഏത് ഓർഡറിലാണ്, 1 2 3 4 എന്ന് പറയുന്ന ഓർഡറിലല്ല നമുക്ക് കാണുന്നത്. എങ്ങനെയാണുള്ളത്, ഓർഡർ ബൈ മാർക്കാണ്, മാർക്കിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലാണ്. അതായത് ഇവിടെ മാർക്ക് അല്ലെങ്കിൽ ഇവിടെ സ്കോറാണ്, അതായത് ഇവിടെ മാർക്കിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലാണ്. ഇവിടെ മാർക്കിൽ ഏറ്റവും ഹൈസ്റ്റ് വാല്യൂ 100, പിന്നെ 90, പിന്നെ 90, 85. അപ്പോൾ ഇതിൻ്റെ ഡിസെൻഡിങ് ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മൊത്തം റോസിന് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പർപ്പസിനാണ് നമ്മൾ ഓർഡർ ബൈ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ കോളത്തിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ASC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അസെൻഡിങ് ഓർഡറിലാവും, DSC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിലാവും. ഇനി ഓർഡർ ബൈ മാർക്ക് എന്ന് മാത്രമേ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ DESC ഒന്നുമില്ല, ഓർഡർ ബൈ മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ ഡീഫോൾട്ട് ഏത് ഓർഡറിലായിരിക്കും, അസെൻഡിങ് ഓർഡറിലായിരിക്കും അത് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഇനി റൈറ്റ് query to retrieve all student details whose mark greater than 50 in the ascending order of their name. അതായത് എല്ലാ ഡീറ്റെയിൽസും വേണം, വിത്ത് മാർക്ക് ഗ്രേറ്റർ ദാൻ 50 ആയിരിക്കണം. അത് ഏത് ഓർഡറിലായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്, അസെൻഡിങ് ഓർഡർ ഓഫ് നെയിം ആയിരിക്കണം. അതിനുള്ള കോഡാണ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ മാർക്ക് ഗ്രേറ്റർ ദാൻ 50. നേരത്തെ പറഞ്ഞ പോലെ എന്ത് മാത്രം സെലക്ട് ചെയ്താൽ മതി, മാർക്ക് ഗ്രേറ്റർ ദാൻ 50 ഉള്ളതിനെ മാത്രം സെലക്ട് ചെയ്താൽ മതി. എന്തിൻ്റെ ഓർഡറിലായിരിക്കണം അത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഓർഡർ ബൈ നെയിം ആണ്. അപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കാത്തത് കൊണ്ട്, നെയിം ASC DESC എന്നൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഏത് ഓർഡറിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്യുക, അസെൻഡിങ് ഓർഡറിലായിരിക്കും ഇതിനെ അറേഞ്ച് ചെയ്യുന്നത്. റൈറ്റ് query to retrieve class wise details of students in the order of name. അതായത് ക്ലാസ് വൈസ് ഡീറ്റെയിൽസ് ആണ് വേണ്ടത് ഇൻ ദ ഓർഡർ ഓഫ് നെയിം. അപ്പോൾ ഇവിടെ ശരിക്കും രണ്ട് അറേഞ്ചിങ് ആണ്. ക്ലാസ് വൈസ് ഡീറ്റെയിൽസിൽ ഏത് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം,
നെയിമിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, കാരണം ഓൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ. അതുകൊണ്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ ക്ലാസ്. അപ്പോൾ ഓർഡർ ബൈ ക്ലാസ് കൊടുക്കുമ്പോൾ ആദ്യം ഇതിന് എന്ത് ചെയ്യും, ക്ലാസിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ആദ്യം CS ഉള്ള 2 വന്നു, പിന്നെ ഫിസിക്സ് ഉള്ള 2 വന്നു. ഇനി ഈ CS ഉള്ള 2 തന്നെ അതിന് എന്തിലാണ്, നെയിമിൻ്റെ ഓർഡറിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ CS ഉള്ള 2 റോസ് നെയിമിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. ആദ്യം PQRന് ശേഷമാണ് എന്ത് വന്നത്, XYZ ഉള്ള വാല്യൂ വന്നത്. അപ്പോൾ ഇത് അസെൻഡിങ് ഓർഡറാണ് അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് നെയിമിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. ഇനി ഫിസിക്സ് ഉള്ള 2 റോസ് ആണുള്ളത് അല്ലേ. ഈ ഫിസിക്സ് ഉള്ള 2 റോസിൽ തന്നെ എന്ത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ABC MNO ഇത് രണ്ടും നെയിമിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർഡർ ബൈ ക്ലാസ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇതിനെ ക്ലാസിൻ്റെ ഓർഡറിൽ ക്ലാസ് വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. അതിൽ നിന്ന് അതിനെന്ത് ചെയ്യും, നെയിമിൻ്റെ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ CS-ൻ്റെ ഇതിൽ തന്നെ ആദ്യം PQRന് ശേഷമാണ് XYZ വരുന്നത്. ഫിസിക്സിൻ്റെ ഇതിൽ തന്നെ ആദ്യം ABCക്ക് ശേഷമാണ് എന്ത് കൊടുക്കുന്നത്, MNO എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് ഓർഡർ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് 2 കോളത്തിൻ്റെ പേരാണ്. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് അഗ്രഗേറ്റ് ഫംഗ്ഷൻ. അഗ്രഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്, ദാറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പ്യൂട്ട് ദ റിസൾട്ട് ഓഫ് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്. അതായത് അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിനായിട്ട് പ്രീഡിഫൈൻ ചെയ്ത് ഉണ്ടാക്കി വെച്ച ചില ഓപ്പറേഷൻസ് ആണ്. അതായത് നമ്മൾ ചില വാല്യൂസ് ഒക്കെ ഫുൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം അത് ചില ഫംഗ്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ഫംഗ്ഷൻസ് ആണ് അഗ്രഗേറ്റ് ഫംഗ്ഷൻസ്. ഓക്കെ, ഇത് നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അഗ്രഗേറ്റ് ഫംഗ്ഷൻസ് ഇൻ SQL ആണ് AVG, സം, മാക്സ്, മിൻ, കൗണ്ട്. ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഏവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇത് എന്ത് ചെയ്യുന്നത്, AVG യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിങ്ങനെ കൊടുക്കുകയാണ്, സെലക്ട് ഏവറേജ് ഓഫ് മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ്. അതായത് മാർക്കിൽ കുറേ വാല്യൂസ് നിങ്ങൾ നേരത്തെ കണ്ടാണല്ലോ, അതിൽ ഇത്രയും മാർക്കിൻ്റെ ഏവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഏവറേജ് ആണ് എന്ത് ചെയ്യുക, ഇത് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ സെലക്ട് ഏവറേജ് ഓഫ് മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്താൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്ന വാല്യൂസിൻ്റെ ഇത്രയും വാല്യൂസ് താഴേക്കുണ്ടല്ലോ, അതിൻ്റെ ഏവറേജ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇത് ഡിസ്പ്ലേ ചെയ്യുക. ഇനി സം എന്താണ്, സെലക്ട് സം ഓഫ് പ്രൈസ് ഫ്രം ബുക്ക്. സെലക്ട് സം ഓഫ് പ്രൈസ്, ഇവിടെ ബുക്ക് എന്ന് പറയുന്നത് ടേബിൾ നെയിം ആണ്. ഓക്കെ, സെലക്ട് സം ഓഫ് പ്രൈസ്. ഈ പ്രൈസിൻ്റെ സമ്മ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. പ്രൈസ് എന്ന് പറയുന്ന ഒരു റോ ഉണ്ടാവും, ആ ബുക്ക് ടേബിളിൽ പ്രൈസ് എന്ന് പറയുന്ന റോ ഉണ്ടാവും. ഇനി ഈ പ്രൈസിൽ കുറേ വാല്യൂസ് താഴേക്ക് നമ്മൾ എഴുതിയിട്ടുണ്ടാവും, 20, 30 ഇങ്ങനെ കുറേ വാല്യൂസ് ഉണ്ടാവുമല്ലോ. ഈ വാല്യൂസിനെ മൊത്തം എന്ത് ചെയ്യുക, സമ്മ് ചെയ്യലാണ് എന്ത് ചെയ്യുക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാക്സ് എന്തായിരിക്കും, ഈ കോളംസിൽ ഇത് താഴേക്ക് ഏതാണ് ഏറ്റവും മാക്സിമം വാല്യൂ, റിട്ടേൺസ് എ മാക്സിമം വാല്യൂ ഫോർ എ കോളം. ഇനി മിൻ എന്താണ്, മിനിമം വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. സെലക്ട് മിൻ ഓഫ് മാർക്ക് ഫ്രം സ്റ്റുഡൻറ്റ്, അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും മിനിമം മാർക്ക് ആയിരിക്കും എന്ത് ചെയ്യുക, ഇത് ഡിസ്പ്ലേ ചെയ്യുക. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൗണ്ട് ഓഫ് സ്റ്റാർ. കൗണ്ട് ഓഫ് സ്റ്റാർ എന്ന് പറയുന്നത് റിട്ടേൺ ദ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഓർ ദ റോസ് ഇൻ ദ ടേബിൾ. ഒരു ടേബിളിലുള്ള നമ്പർ ഓഫ് റെക്കോർഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത്. എത്ര റെക്കോർഡ്സ് ഉണ്ട്. സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിൽ നമ്മൾ താഴേക്ക് എത്ര സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്തത്, അതായത് എത്ര റോസ് ഉണ്ട് എന്നുള്ള കൗണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഓർ റോസ് ഇൻ എ പർട്ടിക്കുലർ ടേബിൾ ആണ് ഇതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അതാണ് കൗണ്ട് ഓഫ് സ്റ്റാർ എന്ന് പറയുന്ന അഗ്രഗേറ്റ് ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ ഇസ് ഗ്രൂപ്പ് ബൈ ആൻഡ് ഹാവിങ് ക്ലോസ്. ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞാൽ clause that is used to group the row in a table based on a common values. അതായത് കോമൺ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് ഒരു റോ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ദ റോ ഇൻ എ ടേബിൾ. അതായത് ടേബിളിലുള്ള റോസിനെ ഗ്രൂപ്പ് ചെയ്യാനാണ് നമ്മൾ ഗ്രൂപ്പ് ബൈ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ സെലക്ട് ചെയ്ത ഗ്രൂപ്പിന് ഒരു പ്രത്യേക കണ്ടീഷൻ കൊടുക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഹാവിങ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. യു വിൽ സീ വിത്ത് an example. സി ഇങ്ങനെ ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഈ ടേബിളിൻ്റെ പേര് എംപ്ലോയി എന്നാണ്. എംപ്ലോയി, അതായത് ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ആ കോഡൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഒരു ടേബിളിൽ ഞങ്ങൾക്ക് 5 വാല്യൂസ് ആണ്. 1 ജോൺ ഡോക്ടർ, ഇവിടെ ഡോക്ടേഴ്സ് ആയിട്ട് 3 ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇനി സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ ഡെസ്റ്റിനേഷൻ. നേരത്തെ ഞാൻ ഓർഡർ ബൈ ആണ് കൊടുത്തത്. അപ്പോൾ ഓർഡർ ബൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓർഡറിലാണ് എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യാന്നുള്ളത്. ഇനി ഇത് ഗ്രൂപ്പാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് റോസിനെ വെച്ച് ഗ്രൂപ്പാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 3 റോസ് മാത്രമേ കാണാൻ പറ്റൂ. കാരണം 1 ജോൺ ഡോക്ടർ, 2 മാരിയോ നേഴ്സ് ആൻഡ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്.
കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പ് ബൈ ഡെസിഗ്നേഷൻ ആണ്. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇവിടെ ഒരു ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഇത് മൂന്നും എന്തായി ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്തു, ഇത് കൺസിഡർ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ റോസിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ക്ലോസ് ഉപയോഗിക്കുന്നത്. അത് അടുത്ത എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഈ ഒരു ടേബിളിൽ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കോഡ് റൺ ചെയ്താൽ സെലക്ട് ഡെസിഗ്നേഷൻ കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം എംപ്ലോയി. അപ്പോൾ നമുക്കറിയാം ഡെസിഗ്നേഷനും സെലക്ട് ചെയ്യണം, കൗണ്ട് ഓഫ് സ്റ്റാർ. എന്താണ് കൗണ്ട് ഓഫ് സ്റ്റാർ? ഞാൻ പറഞ്ഞു എത്ര റോസ് ആണ് ഉള്ളത്, അതാണ് കൗണ്ട് ഓഫ് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം എംപ്ലോയി, ഓക്കെ, അതായത് കൗണ്ട് ഓഫ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എത്ര റോസ് ആണുള്ളത് അതാണ് നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടേണ്ടത്. ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ ഡെസിഗ്നേഷൻ. അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? ഡെസിഗ്നേഷൻ്റെ ബേസിലാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്, സെലക്ട് ഡെസിഗ്നേഷൻ കൗണ്ട് ഓഫ് സ്റ്റാർ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ എത്ര കോളംസ് ഉണ്ടാവും? 2 കോളംസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഡെസിഗ്നേഷനും ഉണ്ട്, കൗണ്ട് ഓഫ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. ഓക്കെ, ഇനി അതിൽ ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ ഡെസിഗ്നേഷനെ ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഡെസിഗ്നേഷനെ ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഡെസിഗ്നേഷൻ ഡോക്ടറാണ്, എത്ര ആളുകളുണ്ട്? 3. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യും, കൗണ്ട് ഓഫ് സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യും, എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? 3 ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കൗണ്ട് ഓഫ് സ്റ്റാർ എത്രയാണ്? 3 ആണ്. അതേപോലെ എത്ര നേഴ്സ് ഉണ്ട്? 1. അതേപോലെ പ്രോഗ്രാമർ 1 ആണ്. അപ്പോൾ ഇതാണ് കൗണ്ട് ഓഫ് സ്റ്റാർ എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഇതാണ് ഗ്രൂപ്പ് ബൈ. ഇപ്പോൾ ഗ്രൂപ്പ് ബൈ ഡെസിഗ്നേഷനെ ബേസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തു, സെലക്ട് ഡെസിഗ്നേഷനും കൗണ്ട് ഓഫ് സ്റ്റാറും സെലക്ട് ചെയ്തു. ഡെസിഗ്നേഷൻ ഇവിടെ വന്നു, കൗണ്ട് ഓഫ് സ്റ്റാർ ഇവിടെ വന്നു. ഇനി അതിൻ്റെ കൗണ്ട് ആണ് ഇവിടെ ഇപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 1 സീ ദിസ് ടേബിൾ. ഈ ആ ടേബിളിനെ ഞാൻ മോഡിഫൈ ചെയ്തു, സാലറി എന്ന് പറയുന്ന ഒരു കോളം കൂടെ ആഡ് ചെയ്തു. എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാം. ഓക്കെ, അത് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ സെലക്ട് ഡെസിഗ്നേഷൻ കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ ഡെസിഗ്നേഷൻ ഹാവിങ് കൗണ്ട് ഓഫ് സ്റ്റാർ ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ഓൾറെഡി ഗ്രൂപ്പ് ചെയ്ത സംഭവത്തിൻ്റെ മേലെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഹാവിങ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഹാവിങ് ക്ലോസ്, അതായത് നമുക്ക് നോക്കാം, ഈ ഒരു പെർട്ടിക്കുലർ കോഡ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സെലക്ട് ഡെസിഗ്നേഷൻ കൗണ്ട് ഓഫ് സ്റ്റാർ. അപ്പോൾ നേരത്തെ പോലെ രണ്ട് കോളംസ് ആണ് നമുക്കുള്ളത്. ഫ്രം എംപ്ലോയി സെലക്ട് ഡെസിഗ്നേഷൻ കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ ഡെസിഗ്നേഷനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് ചെയ്തത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു. ഇനി ഇവിടെ എക്സ്ട്രാ ഒരു കണ്ടീഷനാണ് ഹാവിങ് കൗണ്ട് ഓഫ് സ്റ്റാർ ഗ്രേറ്റർ ദാൻ 2. അതായത് ഈ സെലക്ട് ചെയ്തതിൽ കൗണ്ട് ഓഫ് സ്റ്റാർ 2നേക്കാൾ കൂടുതലുള്ളതിന് മാത്രം എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പം നമ്മൾ ഗ്രൂപ്പ് ചെയ്തതിൻ്റെ മേലെ ഒരു എക്സ്ട്രാ അഡീഷണൽ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് ഈ ഒരു ഹാവിങ് ക്ലോസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാവിങ് ക്ലോസിലൂടെ നമുക്ക് ഇവിടെ എന്ത് മാത്രമേ വരുന്നുള്ളൂ? 3 മാത്രമേ വരുന്നുള്ളൂ. നേരത്തെ പോലെ ഇവിടെ 1 എന്ന് പറഞ്ഞ് 2 വാല്യൂസ് വരുന്നില്ല. കാരണം കൗണ്ട് ഓഫ് സ്റ്റാർ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. So by this method we can use the having clause also. So that is the example of having clause. So I hope you understood the topic well. So thanks for watching. That's all in this video.